തിരക്കുള്ള റോഡിൽ മിന്നൽ വേഗത്തിൽ പായുന്ന സ്വകാര്യ ബസ്സുകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോണടിയും. കൊച്ചി നഗരത്തിലെ നിരത്തുകളെ വിറപ്പിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ. മത്സരയോട്ടവും അപകടങ്ങളും പതിവായിട്ടും കേസുകൾ ഉണ്ടായിട്ടും സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾക്ക് ഒട്ടും കുറവില്ല. കൊച്ചി നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള കലൂർ, വൈറ്റില, ഇടപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നതിൽ പ്രധാനികളാണ് സ്വകാര്യ ബസ്സുകൾ. മത്സരിച്ച് ഓടിയെത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളും കൊച്ചി നഗരത്തിൽ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ബസ്സുകളുടെ മരണപ്പാച്ചിലിന് പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും രംഗത്തുണ്ടെങ്കിലും ഇതൊന്നും കണ്ടഭാവം നടിക്കാതെയാണ് ബസ്സുകളുടെ പാച്ചിൽ. നിയമലംഘനം ചോദ്യം ചെയ്താൽ ഭീഷണിയും അസഭ്യവർഷവുമാണ് ഫലമെന്ന് നാട്ടുകാർ പറയുന്നു. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് മത്സര ഓട്ടത്തിനിടെ ബസ്സിൽ നിന്ന് വീണ് കാലുകൾക്ക് പരിക്കേറ്റ യാത്രക്കാരി പറഞ്ഞു. ഓട്ട് വെച്ച് ബസ് എന്നെ കണ്ടാൽ അപ്പോൾ ബസ് എടുക്കും. മട്ടാഞ്ചേരി അവിടെ ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തിലെ ബസ് മട്ടാഞ്ചേരി എന്നെ കാണുമ്പോൾ അപ്പോൾ ബസ് എടുക്കും. അവരാണ് എന്നെ ബസ് ഇടിച്ച് കയ്യും കാലവും ഓടിച്ചു വെച്ചേക്കണം. അവർക്ക് അമ്മങ്ങന്മാരില്ലേ, ഇത്രയും പ്രായമില്ലേ, 10-70 വയസ്സുള്ള ഞാനാണ്. ബസ് പോട്ട് വെച്ച് പുറകിലുണ്ടെങ്കിൽ മുമ്പിൽ കിടക്കണതോളൂ. അപ്പോൾ കടമ്പശ്ശേരി വരണ്ടാവും. അപ്പോൾ പിന്നെ അവർ ആകാശത്ത് കൊണ്ടപ്പോൾ തെറപ്പിച്ച് അങ്ങോട്ട് പോകും. ഈ നിൽക്കണവരൊക്കെ അടിച്ച് വെച്ച് കൊല്ലലാണ് പോലും. ആലുവ കടമ്പശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ട് ഇറക്കണ്ടേ, ഇവരെന്താണെന്നാ പകുതി വയൽ വെച്ച് ഇറക്കും. ഇതിനൊരു നടപടി വേണം. നഗരത്തിൽ സർവീസ് ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അപകടങ്ങളുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനിടെ 5618 പെറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ബസ്സുകളുടെ ഡ്രൈവർമാർക്കെതിരെ 167 കേസുകളും എടുത്തിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് ഹാജരാക്കിയ നടപടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് വ്യക്തമാക്കിയത്. പോലീസ് നടപടികളെ കോടതി പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കർശന നടപടികൾ അപകടമുണ്ടാക്കുമ്പോൾ മാത്രം പോരെന്നും അലക്ഷ്യമായ ഡ്രൈവിംഗിനെതിരെ സ്ഥിരമായ ജാഗ്രത വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും ഗതാഗത കമ്മീഷണറും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുകൾ കോടതിയിൽ തുടർച്ചയായി ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നഗരത്തിൽ കഴിഞ്ഞ 14-ന് സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരി ദാരുണമായി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോടതി റിപ്പോർട്ട് തേടിയത്. സ്ത്രീ അപകടത്തിൽപ്പെട്ടിട്ടും ബസ് മുന്നോട്ട് പോയിരുന്നു. പല ബസ്സുകളും കൈകാര്യം ചെയ്യുന്നത് RC ഉടമകളല്ലെന്നും അത് വാടകയ്ക്കെടുത്തവരാണെന്നും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. ബസ്സുകളിലെ ഡ്രൈവർമാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.